പിന്നെ മൗദൂദി ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിസ്കാരം ട്രെയിനിങ് കോഴ്സ് എന്ന് പറഞ്ഞതല്ല. നിസ്കാരം എന്ന് പറയുന്നത് എന്താ? നിസ്കാരം പോലും ഈ കൂട്ടര് എന്താ ബാങ്കിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ബാങ്ക് എന്ന് പറഞ്ഞാൽ ജമാഅത്തുകാരന്റെ ബാങ്ക് എന്താണെന്നറിയോ എന്ന് ചോദിച്ചിട്ട് ഇവിടുന്ന് പ്രസംഗിച്ചു. ജമാഅത്തുകാരന്റെ ബാങ്ക് എന്താന്ന് ചോദിച്ചാൽ ഇവിടുന്ന് പ്രസംഗിച്ചു. മുജാഹിദുകാരന്റെ നിസ്കാരം എന്താ? മുജാഹിദുകാരന്റെ നിസ്കാരം എന്താ? ഇത് എഴുതിയത് പിന്നെ നമസ്കാര ചൈതന്യം മൗലാന അബു സബാഹ് അഹമ്മദ് അലി പബ്ലിഷ് ചെയ്തത് ആരാന്നറിയോ? ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ കൊച്ചിൻ ബ്രാഞ്ച്, ശോഭ പ്രിന്റേഴ്സ് എറണാകുളം. പ്രൈസ് 50 പൈസ. 50 പൈസക്ക് ഒരു ബുക്ക് അടിക്കാൻ പറ്റുന്ന കാലത്ത് എഴുതിയതാണ്. പിന്നെ നിങ്ങൾ ഇത് എഴുതിയിട്ടില്ല. ഞങ്ങൾ പണ്ട് എഴുതിയ ബുക്കൊക്കെ എപ്പോഴും പ്രസിദ്ധീകരിക്കാൻ മാത്രമല്ല, ഇതുപോലെ എന്താ ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയി വെക്കും. ജിഹാദ് കൊണ്ടുപോയി വെക്കുക. ഇതൊന്നും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള പരിപാടിയല്ല. ജിഹാദ് ഉണ്ട്, മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം, താത്വിക വിഷയമെല്ലാം എല്ലായിടത്തും വെക്കുന്നുണ്ട്. 10 റുപ്യ ഉള്ളൂ. പക്ഷെ ഇത് നിർത്തിക്കളഞ്ഞു. 50 പൈസ കിട്ടുന്ന കാലത്ത് അടിച്ചതാണ്. എന്താ അതിൽ എഴുതിയത്? ആരാ ഗ്രന്ഥകർത്താവ്? ജമാഅത്തെ ഇസ്ലാമിക്കാരനല്ല, മരിക്കണവരെ ജമാഅത്തെ ഇസ്ലാമിക്കാരനായിട്ടില്ല ഇദ്ദേഹം. ഗ്രന്ഥകർത്താവ് റൗദത്തുൽ ഉലൂം അറബി കോളേജ് പ്രിൻസിപ്പാൾ മൗലാന അബു സബാഹ് അഹമ്മദ് അലി സാഹിബാണ്. വിജ്ഞാന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള അദ്ദേഹം തന്റെ അഗാധ പാണ്ഡിത്യത്താൽ ആരുടെയും ആദരവർഹിക്കുന്നു. നമുക്കും അദ്ദേഹത്തോട് ആദരവുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ് 28ാമത്തെ പേജിൽ, ജമാഅത്ത് നമസ്കാരത്തിൽ സാമുദായികവും സാമ്പത്തികവും രാഷ്ട്രീയവും വിജ്ഞാനപ്രദവുമായി ഒട്ടധികം ആന്തരാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ നിർത്തുകയാണ്, കുഴപ്പമില്ല. ഇനി കേട്ടോ, 29 പേജ്. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ, എന്തിനെ നോക്കുകയാണെങ്കിൽ? നിസ്കാരത്തിന്. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ ഇത് മാതൃകായോഗ്യമായ ഒരു ഗ്രാമപഞ്ചായത്താണ്. അത് തിരക്കാണ്. നിസ്കാരം ട്രെയിനിങ് കോഴ്സാണ് മൗദൂദി പറഞ്ഞിട്ട് ആകപ്പാടെ പഴിപ്പിച്ചു എന്ന് പ്രസംഗിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഭീകരതയാണെന്ന് പ്രസംഗിക്കുകയാണ്. മുജാഹിദുകാരന്റെ നിസ്കാരത്തെ കുറിച്ച് അവിടെ പറയുന്നത് ഇത് മാതൃകായോഗ്യമായ ഒരു ഗ്രാമപഞ്ചായത്താണ്. പ്രായപൂർത്തി എത്തിയിട്ടുള്ള എല്ലാവർക്കും ഇതിൽ സമാവകാശമാണുള്ളത്. അതുകൊണ്ട് ഓരോ ഗ്രാമക്കാർക്കും തങ്ങളുടെ ഗ്രാമത്തിന്റെ സാമ്പത്തികവും ഭരണഘടനാപരവുമായ നില നന്നാക്കി തീർക്കുവാൻ ആവശ്യമായ തീരുമാനങ്ങൾ ചെയ്യുവാനും അത് നടപ്പിൽ വരുത്താനും അവസരം ലഭിക്കുന്നതാണ്. ഈ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ സ്ഥാനമാണ് ജമാഅത്തിന്റെ ഇമാം നിർവഹിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇമാമല്ല, ജമാഅത്ത് നിസ്കാരത്തിന്റെ ഇമാം നിർവഹിക്കുന്നത് ഈ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ സ്ഥാനമാണ്. അദ്ദേഹത്തെ തെരഞ്ഞെടുക്കേണ്ടത് ഗ്രാമത്തിലെ പ്രായപൂർത്തി എത്തിയിട്ടുള്ള ആളുകളാകുന്നു. വിദ്യാഭ്യാസ യോഗ്യത, പ്രായാധിക്യം, ത്യാഗശീലം എന്നീ ഗുണങ്ങൾ നോക്കിയിട്ടാണ് ഇമാമിനെ തെരഞ്ഞെടുക്കേണ്ടത്. ഈ ഗുണങ്ങളുള്ള ഏതൊരാൾക്കും അയാൾ കുലീനനോ കുലഹീനനോ ദരിദ്രനോ ധനികനോ ആരാണെങ്കിലും ശരി ആ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിൽക്കാവുന്നതാണ്. അതിനാൽ അതുകൊണ്ട് പ്രജായത്ത ഭരണ സമ്പ്രദായം പഠിക്കുവാൻ ഓരോ മുസ്ലിം പൗരനും അവസരം ലഭിക്കുന്നു. നിസ്കരിച്ചാലേ നിങ്ങൾ പള്ളിയിൽ വന്നിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഭരിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാവുമെന്ന് പറഞ്ഞത് IPH ഇറക്കിയ പുസ്തകമല്ല, ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ കൊച്ചി ബ്രാഞ്ച് ഇറക്കിയ പുസ്തകമാണ്. അതിന്റെ പുനഃപ്രസിദ്ധീകരിക്കാത്തത്? അതെന്താ പുനഃപ്രസിദ്ധീകരിക്കാത്തത്? ജമാഅത്തിന്റെ ബാങ്കിനാണോ കുഴപ്പം, മുജാഹിദിന്റെ നിസ്കാരത്തിനാണോ? ഞങ്ങൾ പറയുന്നത് ഇതിനൊരു കുഴപ്പമില്ല, പറഞ്ഞത് അപ്പടി ശരിയാ. അത് ഇന്നും ഞങ്ങൾ പറയും, എന്നും ഞങ്ങൾ പറയും, പറയാൻ യാതൊരു ബേജാറുമില്ല. ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ നിന്നിട്ട് ഇതാ തടിയന്റെ അവിടെ നസീർ എന്ന് പറയുമ്പോ ആകെപ്പാടെ തൗഹീദിട്ട് വലിച്ചെറിഞ്ഞ് പോണ ഏർപ്പാടല്ല ഇത്. ഞങ്ങൾ പറയേണ്ടത് അന്നും ഇന്നും എന്നും പറയുന്നു. 31ാമത്തെ പേജിൽ പറയുന്നു, മറ്റൊരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ, മറ്റൊരു വിധത്തിൽ എങ്ങനെയും നോക്കാം, പല വിധത്തിലും നോക്കാം ഒരു കർമ്മത്തെ. മറ്റൊരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ ജമാഅത്ത് നമസ്കാരം ഒരു പട്ടാള പരിശീലനമാണ്. എന്താ പഠിച്ചോനെ? ഒരു പട്ടാള ഓഫീസറുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഭടന്മാർ അണിനിരന്ന് നിൽക്കുന്നത് പോലെയാണ് ഇമാമിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ അണിനിരന്നു നിൽക്കുന്നത്. അദ്ദേഹം നിവർന്നു നിൽക്കുമ്പോൾ അവർ നിവർന്നു നിൽക്കുന്നു, അദ്ദേഹം തിരിഞ്ഞു നിൽക്കുമ്പോൾ അവരും തിരിഞ്ഞു നിൽക്കുന്നു, അദ്ദേഹം ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ അവരും ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നു. നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പായി വരികൾക്കിടയിൽ നടന്ന് ചുമലും കാലിന്റെ മടമ്പുകളും അദ്ദേഹം നേരെ നിർത്തി വരികൾ ശരിപ്പെടുത്തുന്നു.
ഇത് ഇമാമുകൾക്ക് നബി കാണിച്ചു കൊടുത്തിട്ടുള്ള മാതൃകയാണ്, ജമാഅത്തുകാർ കാണിച്ചു കൊടുത്തതല്ല, നബി കാണിച്ചു കൊടുത്തുള്ള മാതൃകയാണ്. നബി ജമാഅത്ത് ആരംഭിക്കുന്നതിന് മുമ്പായി ഓരോ വരികൾക്കിടയിൽ നടന്ന് അവ വളഞ്ഞിട്ടുണ്ടോ എന്നും വല്ലവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉറ്റി നിൽക്കുന്നുണ്ടോ എന്നും വളരെ നിഷ്കർഷയോടുകൂടി പരിശോധിക്കാറുണ്ടായിരുന്നു. വല്ലവരും കയറി നിൽക്കുന്നത് കണ്ടാൽ അവരെ പിടിച്ച് നേരെ നിർത്തിയതിനു ശേഷം മാത്രമേ അദ്ദേഹം നമസ്കാരത്തിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളൂ. ഇങ്ങനെ നിസ്കാരം എന്ന് പറഞ്ഞാൽ, ജമാഅത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു പട്ടാള പരിശീലനമാകുന്നു. ഇതാണ് മൗലാന അബു സബാഹ് അലവി എഴുതിയത്. അപ്പോ ആരാ മതരാഷ്ട്രവാദം പറയുന്നു? ഇസ്ലാമിൽ രാഷ്ട്രമുണ്ട്, അധികാരമുണ്ട്, അതൊക്കെ ആരെ പറയണത്? ഞങ്ങൾ ഇന്നും പറയുന്നുണ്ട്, അന്നും പറയുന്നുണ്ട്, എന്നും പറയുന്നു. നിങ്ങൾ ഇത് എവിടെ വെച്ച് ഉപേക്ഷിച്ചു? ആർക്ക് വേണ്ടി ഇത് ഉപേക്ഷിച്ചു? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിലുള്ള ഹാക്കിമിയത്തെ ഉപേക്ഷിച്ച്? അതൊന്നും ഇപ്പൊ പറയണില്ല. പ്രസംഗത്തിൽ ഞാൻ കേട്ടോടത്തോളം കുറെ നോക്കി, ഹാക്കിമിയത്ത് എന്നുള്ളൊരു വരിയെങ്കിലും പറയുന്നുണ്ടോ? അതില്ല, അപ്പൊ നിർത്തി. കാരണം നിഷേധിക്കാനാവാത്ത വിധം വ്യക്തമായ തെളിവുകൾ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ട് അതൊക്കെ നിർത്തി. ഇനി സലഫി എന്ന് പറയുന്നത് ഇസ്ലാമിലെ രാഷ്ട്രമുണ്ടോ എന്നതാണ്. രാഷ്ട്രീയം, മുത്തഹിദെ മജ്ലിസെ അമൽ MMA, ഇങ്ങനൊരു സാധനം. അതില് ആരൊക്കെ ഉള്ളത്? ജമിയത്തുൽ ഉലമാ ഇസ്ലാം ഒന്ന്. രണ്ടാമത്തത് ജമിയത്തുൽ ഉലമാ പാകിസ്ഥാൻ, പാകിസ്ഥാനിലുള്ള രാഷ്ട്രീയ മൂവ്മെന്റ്. ജമിയത്തുൽ ഉലമാ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? എ ട്രഡീഷണൽ ബറേൽവി പൊളിറ്റിക്കൽ പാർട്ടി. ബറേൽവികൾ എന്ന് പറഞ്ഞാല് പിന്നെ അത്യാവശ്യം ഖബറാരാധനയും അതുപോലുള്ള പരിപാടികളൊക്കെ ഉള്ള ആളുകളാണ്. ഖബറാരാധന എന്റെ ഭാഷ അല്ല, അങ്ങനെയാണല്ലോ പറയാറുള്ളത്. പിന്നെ മൂന്നാമത്തത് ജമാഅത്തെ ഇസ്ലാമി. നാലാമത്തത് തെഹ്രീകെ ജബ്രിയ പാകിസ്ഥാൻ, ഷിയ ഗ്രൂപ്പ്. അഞ്ചാമത്തത് ജമിയത്ത് അഹ്ലെ ഹദീസ്, എ വഹാബി ലൈക്ക് റിലീജിയസ് പൊളിറ്റിക്കൽ പാർട്ടി. ഇവരെല്ലാരും കൂടിയാണ് പാകിസ്ഥാനിൽ MMA എന്ന് പറയുന്ന മുന്നണിയിലുള്ളത്. അഹ്ലെ ഹദീസ് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒട്ടുമില്ലല്ലോ. അപ്പൊ NM എന്ന് പറയുന്നതിന്റെ ഇന്ത്യയിലെയും ആഗോളതലത്തിലെയും വർത്തമാനമാണ് സലഫി, അഹ്ലെ ഹദീസ് എന്നൊക്കെ പറയുന്നു. നമ്മൾ പറഞ്ഞതല്ല, അവര് തന്നെ പറയുന്നത്. അപ്പൊ ഇവരെല്ലാവരും കൂടിയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഷിയാക്കളുണ്ട്, ബറേൽവികളുണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. അതിന്റെ കൂടെയാണ് വഹാബി പൊളിറ്റിക്കൽ പാർട്ടി ഉള്ളത്. അത് ജമിയത്ത് അഹ്ലെ ഹദീസ്. അപ്പോ അവിടുത്തെ പാർലമെന്ററി പൊളിറ്റിക്കൽ പാർട്ടിയുടെ, പാകിസ്ഥാനിലെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള സാധനമാണ്. അതിന്റെ അകത്ത് ഈ പറഞ്ഞ ജമിയത്ത് അഹ്ലെ ഹദീസ് പോലെയുള്ള ആളുകളൊക്കെ. ഇനി കേരള ജമിയത്തുൽ ഉലമയുടെ മുഖപത്രം ഏതാ? മുഖപത്രം അൽ മുർഷിദ്. അതിലെഴുതുകയാണ്, 1938 മാർച്ച് ലക്കത്തിൽ എഴുതി, സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഇന്ന് ഇന്ത്യയിലും ലോകത്ത് മറ്റു ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന സംഭവങ്ങളെ നല്ലവണ്ണം അറിയുക. ഈ സംഭവങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ഫർളുകൾ എന്തൊക്കെയാണെന്ന് ഓർമ്മ വെച്ച് പ്രവർത്തിക്കുക. ഫർളുകൾ എന്താണ് ഓർമ്മ വെച്ച് പ്രവർത്തിക്കേണ്ടത്? കോൺഗ്രസിലെ ഈ നേതാക്കന്മാർ ഇന്ത്യ രാജ്യത്തെ ഒരു ഭയങ്കരമായ ആപത്തിലേക്ക് തള്ളുകയാണ്. കോൺഗ്രസ്സുകാരായ മുജാഹിദീങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കോൺഗ്രസിനെതിരെ മുജാഹിദിന്റെ ഫത്വ, ആ ഫത്വ എന്നാ മാറ്റിയത്? ഫത്വ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പറ്റുമോ? ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ അന്ന് പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്, മാറ്റിക്കൊണ്ടിരിക്കുന്നു. നിലപാട് മാറ്റുന്നവരാണ്. നിങ്ങൾ നിലപാട് മാറ്റിയിട്ടുണ്ടോ? മാറ്റിയിട്ടില്ലെങ്കിൽ അന്നത്തെ അതേ ഫത്വ തന്നെയാണോ കോൺഗ്രസ്സുകാരോടുള്ളത്? അങ്ങനെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് മതസംഘടനയായി മുജാഹിദിന്റെ അഭിപ്രായം പറയുന്നത്, കോൺഗ്രസിലെ ഈ നേതാക്കന്മാർ ഇന്ത്യ രാജ്യത്തെ ഒരു ഭയങ്കരമായ ആപത്തിലേക്ക് തള്ളുകയാണെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല. പക്ഷേ മഹാന്മാരായ നായകന്മാർ വഴിപിഴക്കുമ്പോൾ വളരെ ബുദ്ധിമാന്മാർ തന്നെയും അവരെ പിന്തുടർന്നു പോവുക ലോകത്ത് സാധാരണമായ ഒരു പതിവാണ്. ആ പ്രകൃതി നിയമം അനുസരിച്ച് ഇന്ന് ഇതാ ജവഹർലാൽജിയുടെ സോഷ്യലിസത്തെ തുടരുവാൻ യുവാക്കന്മാരുടെ കൂട്ടം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഉദ്യമം വിജയം പ്രാപിക്കുന്ന പക്ഷം ഇടവരാതിരിക്കട്ടെ, ഇന്ത്യയുടെ ഭരണം സോഷ്യലിസ്റ്റ് പാർട്ടി കരസ്ഥമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇനി
അതുകൊണ്ട് ചെയ്യേണ്ടത്? നിങ്ങളിൽ ഓരോരുത്തരും മുസ്ലിം ലീഗിന്റെ പ്രചാരകന്മാരാവുക. നിങ്ങളുടെ പ്രായം തികഞ്ഞ എല്ലാ മുസ്ലിം സഹോദരന്മാരെയും സഹോദരികളെയും അതിൽ മെമ്പർമാരായി ചേർക്കുക. 5 സമയത്തെ നമസ്കാരവും ജുമുഅ, പെരുന്നാൾ മുതലായ ഇമാമും ജമാഅത്തുമായുള്ള എല്ലാ നമസ്കാരങ്ങളും ഖുതുബകളും അവയുടെ ഫലം അനുഭവപ്പെടത്തക്ക വിധം എല്ലാ മഹല്ലത്തുകളിലും നടപ്പിലാക്കാൻ യത്നിക്കുക. എല്ലാ മഹല്ലത്തുകാരെയും സംഘം വകയായി സകാത്ത് പിരിച്ചെടുത്ത് അതിന്റെ അവകാശികൾക്ക് വീതിച്ചു കൊടുക്കാൻ പ്രേരിപ്പിക്കുക. അൽ മുർഷിദ് ജിൽദ് 3 ലക്കം 11 1938 മാർച്ച്. അപ്പൊ നിസ്കാരം നിലനിർത്തുക, നോമ്പ് പിടിക്കുക, സകാത്ത് കൊടുക്കുക, ലീഗ് ചേരുക. ദീനിക്കാരി പറഞ്ഞത് ലീഗ് ചേരാന്നുള്ള ദീനി ഫത്വ ഇപ്പൊ നിലവിലുണ്ടോ? ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരായ മുജാഹിദുകളെ അതിനിപ്പൊ തന്നെ പരിഹാരം കണ്ടു. രാഷ്ട്രീയമാണ് പറഞ്ഞത്. ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാർ പടച്ചുണ്ടാക്കിയ ഒരു സാധനമാണോ? ആദ്യമായി ഹുക്കൂമത്തെ ഇലാഹി എന്ന ലേഖനം എഴുതിയത് മൗലാന അബുൽ കലാം ആസാദാണ് ഹുക്കൂമത്തെ ഇലാഹിയ എന്ന ലേഖനം എഴുതിയിട്ടുള്ളത്. അതിപ്പോ വായിക്കാനുള്ള നേരമില്ല. അതില് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഇന്ന് ദൈവാധിപത്യവും മനുഷ്യാധിപത്യവും തമ്മിൽ ഒരു ഉഗ്ര സംഘടന നടക്കുകയാണ്. എല്ലാ വൻകരകളിലും പിശാചിന്റെ ആധിപത്യം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. സത്യദീനിന്റെ അനുയായികൾ ഏത് ചേരിയിലാണ് ചേരുക? അധർമാധിപത്യത്തിന്റെ ചേരിയിലാണോ ദൈവാധിപത്യത്തിന്റെ ചേരിയിലാണോ? അങ്ങനെ 2 ചേരിയൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ചേരേണ്ട ചേരി ഹാക്കിമിയത്തിന്റെ ചേരിയാണ്, ഹുക്കൂമത്തിന്റെ ചേരിയാണ്, ഹുക്കൂമത്തെ ഇലാഹിയ. അബുൽ കലാം ആസാദ് പറയുന്നു. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു സാധനം ആണോ അത്? ഇനി അലി അബ്ദുർ റസാഖ് മദനി അദ്ദേഹം എഴുതിയ പുസ്തകമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുപമ വ്യക്തിത്വം. അത് പ്രസിദ്ധീകരിച്ചത് കേരള നദ്വത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്റർ കോഴിക്കോട് 2. അന്നും ഇന്നും ഇവിടെ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട സുഹൃത്ത് ഏത് മുജാഹിദിലാണോ ആ മുജാഹിദിന്റെ ആസ്ഥാനത്ത്. നീ മറ്റേ ഗ്രൂപ്പ് മടവൂർ ഗ്രൂപ്പ് ഇഖ്വാനികളായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ എഴുതിയതാണെന്നല്ല, ഇത് മുജാഹിദ് സെന്ററിൽ നിന്നുള്ളതാണ്. മടവൂർ ഗ്രൂപ്പുകാർ ഞങ്ങളെ കൂട്ടത്തിലാണെന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ഞങ്ങൾ ജമാഅത്തിന്റെ കൂട്ടത്തിലല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി എല്ലാ ആഴ്ചയും ലേഖനം ജമാഅത്തിനെ പറ്റി ശബാബ്. അത് വേറൊരു സംഗതിയാണ്. അവരും ഒരു നിസ്സഹായാവസ്ഥയിൽപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവരെ കൂടുതലല്ല എന്ന് തെളിയിക്കണം. അതിന് ആഴ്ചക്ക് ഒരു ലേഖനം. കർദാവിന്റെ ലേഖനം ഇപ്പുറത്തെ പേജിൽ ഉണ്ടാവും. തൊട്ടടുത്ത പേജില് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ വിമർശിച്ചുള്ള ലേഖനം. ഇത് രണ്ടും ഒരാൾ വായിച്ചാൽ അയാൾക്ക് എന്താ തിരിയാന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്നും തിരിഞ്ഞിട്ടില്ല. പക്ഷെ പേടിച്ചിട്ട് മറ്റൊരിങ്ങനെ പറയാണല്ലോ, ചാണിന് ചാണായും ബി ടീമാണെന്നൊക്കെ പറയുമ്പോൾ പേടിച്ചിട്ട്. ഇത് പക്ഷെ അതൊന്നല്ല. ഇത് മുജാഹിദ് സെന്ററിൽ നിന്നുള്ളതാണ്. അലി അബ്ദുർ റസാഖ് മദനി അദ്ദേഹം എഴുതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുപമ വ്യക്തിത്വം. എന്നിട്ട് പറയാം, നബിയെ പരിചയപ്പെടുത്താണ്. അദ്ദേഹത്തെ മക്കയിൽ ഒരു പ്രവാചകനും ഏതായാലും ഉണ്ട്. മക്കയെന്നും തന്നെ രാഷ്ട്രീയമായിരുന്നു. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രസിദ്ധീകരണം. എന്നിട്ടോ 13 വർഷത്തെ കടുത്ത പോരാട്ടത്തിന്റെ അനന്തഫലം മാത്രമായിരുന്നു അത്. ബഹുദൈവ വിശ്വാസികളെ അവഗണിക്കുക, താങ്കൾക്ക് ലഭിച്ച കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുക. വിശുദ്ധ ഖുർആൻ 14 ഇത് മുജാഹിദ് സെന്ററിൽ നിന്നുള്ളതാണ്. അലി അബ്ദുർ റസാഖ് മദനി അദ്ദേഹം എഴുതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുപമ വ്യക്തിത്വം. എന്നിട്ട് പറയാം, നബിയെ പരിചയപ്പെടുത്താണ്. അദ്ദേഹത്തെ മക്കയിൽ ഒരു പ്രവാചകനും മദീനയിൽ ഒരു രാഷ്ട്രനായകനുമായി ചിത്രീകരിക്കുന്നവർ മദീനയിലല്ല മക്കയിലെ പരീക്ഷണ നാളുകളിൽ തന്നെ രാഷ്ട്രത്തിന്റെ വിത്ത് നട്ടിരുന്നു എന്ന വസ്തുത മനസ്സിലാക്കുന്നില്ല. നബി മദീനയിലെത്തിയിട്ടല്ല രാഷ്ട്രീയം. മദീനയിൽ ഏതായാലും ഉണ്ട്. മക്കയെന്നും തന്നെ രാഷ്ട്രീയമായിരുന്നു. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രസിദ്ധീകരണം. എന്നിട്ടോ 13 വർഷത്തെ കടുത്ത പോരാട്ടത്തിന്റെ അനന്തഫലം മാത്രമായിരുന്നു അത്. ബഹുദൈവ വിശ്വാസികളെ അവഗണിക്കുക, താങ്കൾക്ക് ലഭിച്ച കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുക. വിശുദ്ധ ഖുർആൻ 15:94 എന്ന ദൈവശാസന ലഭിച്ചത് മുതലുള്ള പ്രബോധനത്തിന്റെ പരിണാമമായിരുന്നു അത്. 2 തവണ എത്യോപ്യയിലേക്കും പിന്നീട് മദീനയിലേക്കും അഭയം തേടിപ്പോയ മക്കയിലെ പ്രവാചക ശിഷ്യന്മാരും മക്കയിലെ അഖബയിൽ വെച്ചുണ്ടായ 1ഉം 2ഉം ഉടമ്പടികളിൽ പങ്കെടുത്ത അൻസാറുകളുടെയും കൈകളിലൂടെയാണ് മദീനയിലെ ഭരണകൂടം ഉണ്ടായിട്ടുള്ളത്. ഒരു ദിവസം നേരം വെളുത്ത് വെക്കുമ്പോൾ ഒറ്റ സമ്മാനം. എന്താ? മദീന രാഷ്ട്രം.
അങ്ങനെ സമ്മാനം കിട്ടിയതല്ല. മക്കയിൽ നിന്ന് ഇതിന്റെ വിത്ത് നട്ട് നനച്ചു വളർത്തിക്കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നു. അവരാണ് മദീനയിൽ പ്രവാചകൻ വളർത്തിയെടുത്ത മാതൃകാ സമുദായത്തിന്റെ വിത്ത്. അതാണ് മുഹമ്മദീയ ഭരണകൂടവും പിന്നീട് ഇസ്ലാമിക സാമ്രാജ്യവുമായി വികസിച്ചത്. ഹിറാ ഗുഹയിൽ വെച്ച് മലക്കിന്റെ ശബ്ദം കേട്ടുണർന്നത് മുതൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് തന്റെ വഴി അള്ളാഹു അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം വേണ്ട വിധം നിറവേറ്റുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്ന് സന്ദേഹമില്ലാത്ത സത്യം മാത്രമാണ്. ഏതു